ഇന്ന് കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട്. പറിക്കുമ്പോൾ നിലത്ത് വീണ് പൊട്ടിയ മാങ്ങ പിന്നെ പഴുപ്പിക്കാനൊന്നും കഴിയൂല. മാങ്ങ വെച്ചിട്ട് നമുക്ക് വെറൈറ്റി 2 വിധം അച്ചാറിടാലോ. ഈ കാണുന്നത് പഴുക്കാൻ വെക്കാനുള്ള മാങ്ങയാണേ. പഴുത്ത് കഴിഞ്ഞാൽ നല്ല മധുരമാണ്, നല്ല ടേസ്റ്റുമാണ്. അങ്ങനെ അച്ചാറിടാൻ തുടങ്ങാം. ഒരു അടികട്ടിയുള്ള പാത്രം എടുത്ത് അതിലേക്ക് 10 ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു വലിയ സ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക. ഒരു ചെറിയ സ്പൂണ് ഉലുവ ഇട്ടിട്ട് നല്ലോണം വറുത്തെടുക്കണേ. കടുക് ഇട്ട് കഴിഞ്ഞിട്ട് വിറകടി പോയി കളയറേ. കടുക് പെട്ടെന്ന് കരിയുന്ന സാധനമാണ്. ഇളക്കിക്കൊണ്ടേയിരിക്കണം ഇങ്ങനെ. അങ്ങനെ കടുവെല്ലാം ഇങ്ങനെ പൊട്ടുന്നത് കാണുന്നില്ലേ? ആ സമയം ഗ്യാസ് ഓഫാക്കിയിട്ട് തണുത്ത് കഴിഞ്ഞാൽ ഒരു മിക്സിൻ്റെ ജാറിലിട്ട് കൊടുത്ത് പൊടിച്ചെടുക്കണം. ഞാനിപ്പോൾ അച്ചാർ റെഡിയാക്കുന്നത് പവിത്രം എള്ളെണ്ണയിലാണേ. എള്ളെണ്ണയിലാക്കുമ്പോൾ അച്ചാർ കുറേ കാലം കേടാവാതെ നമുക്ക് എടുക്കാൻ പറ്റും. എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ കുറച്ച് കൂടുതലായിട്ട് കറിവേപ്പിലയും ഇട്ട് ഒരു കൈപ്പിടി നിറയെ ചില്ലി ഫ്ലെക്സും ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു വലിയ സ്പൂണ് കാശ്മീരി മുളക് പൊടിയും ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് മിക്സ് ആയതിന് ശേഷം മുളക് കരിഞ്ഞു കുറേ കയ്പ്പ് ടേസ്റ്റ് വരും. അതിലേക്ക് വിനാഗിരി പാർന്നു കൊടുക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ അളക്കാറൊന്നുമില്ല. നിങ്ങൾ അളന്നിട്ട് ഒഴിക്കുവാണെങ്കിൽ, ഞാനിപ്പോൾ പാർന്നോർത്ത വിനാഗിരി 1 ഗ്ലാസ് ഉണ്ടാവും. അതിനുശേഷം മാങ്ങയും ഇട്ട് കൊടുത്ത് എല്ലാ ഭാഗം തട്ടുന്ന വിധത്തിൽ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. മാങ്ങ അങ്ങനെ കൂടുതൽ സമയം വെന്ത് അടിഞ്ഞു പോകാൻ നിൽക്കണ്ട. ഇതൊരു സ്പെഷ്യൽ അച്ചാറാണേ ഞാൻ കാണിക്കുന്നത് 2 വിധവും. അതുകൊണ്ട് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഒന്ന് ഇങ്ങനെ അച്ചാർ ഉണ്ടാക്കി നോക്ക്. ഞാനൊരു 1/4 കിലോ വെല്ലം മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടേ. അതാണ് ഈ കാണുന്നത്. അത് ചൂടോടെ തന്നെ ഈ മാങ്ങ എല്ലാം മിക്സ് ആയതിന് ശേഷം അതിൽ പാർന്നു കൊടുക്കാനുള്ളതാണ്. അത് മാങ്ങയ്ക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ ഈ മെൽറ്റ് ചെയ്ത വെല്ലം പാർന്നു കൊടുക്കുന്നത്. ചൂടോടെ തന്നെ പാർന്നു കൊടുത്തോ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അച്ചാർ തണുത്ത് കഴിഞ്ഞാൽ മാത്രം ബോട്ടിൽ ആക്കി വെച്ചാൽ മതി. ഇനി കൂടുതൽ പതപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ പൊടിച്ച് വെച്ച ആ കടുക് മസാലക്കൂട്ടും ഇതിൻ്റെ മേലെ തട്ടിക്കൊടുത്ത് അതിന് ശേഷം കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ സ്വാദിഷ്ടമായ മാങ്ങ അച്ചാർ റെഡിയായ. അച്ചാർ നമ്മൾ എടുത്ത് വെക്കുമ്പോൾ പാത്രം നല്ലോണം കഴുകി വൃത്തിയാക്കി തുടച്ച് ഉണക്കിയതിന് ശേഷം മാത്രം അച്ചാർ ഇട്ട് വെക്കുകയാണെങ്കിൽ അച്ചാർ തീരുന്നവരെ നമുക്ക് കേടാകാതെ അച്ചാർ കഴിക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ മഴയൊക്കെ പെയ്യുമ്പോൾ മീനൊക്കെ കിട്ടൽ കുറവായിരിക്കും. ആ സമയം എടുക്കാൻ വേണ്ടിയിട്ടാണ് അച്ചാർ ഉണ്ടാക്കുന്നത്. രണ്ടാമത്തെ അച്ചാർ ഉണ്ടാക്കിയത് ഞാൻ ക്യാരറ്റും മാങ്ങയും വെച്ചിട്ടാണ്. ഈ മാങ്ങ അച്ചാറിലേക്ക് 1/2 കിലോ ക്യാരറ്റ് എടുത്ത് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് 3/4 വേവ് ആയതിന് ശേഷം മാങ്ങയിലിട്ട് കൊടുത്ത് കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കുറച്ച് ജീരകപ്പൊടിയാണ് കൂടുതലായിട്ട് ഇതിൽ ചേർക്കുന്നുള്ളൂ. അങ്ങനെ ചേർത്തിട്ട് ഈ ക്യാരറ്റ് അച്ചാർ ഇട്ടിട്ടൊന്ന് നിങ്ങൾ കഴിച്ച് നോക്ക്. എൻ്റെ പൊന്നോ, വല്ലാത്തൊരു ടേസ്റ്റാണ്. എൻ്റെ അച്ചാറും എൻ്റെ സംസാരവും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ്. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാം. ബൈ.